ഒരിക്കൽ ഒരു ഗ്രാമീണനായ അറബി അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എനിക്ക് ഒരൊറ്റ സെൻറ്റൻസ് പഠിപ്പിച്ചു തരണം, ഒരൊറ്റ ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരണം. ആ ദിക്ർ ചൊല്ലിയാൽ, ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങണം യാ റസൂലല്ലാഹ്. കടണ്ടോ വീടണം, കുടുംബത്തിൽ പ്രശ്നമുണ്ടോ നീങ്ങണം, മാരകമായ രോഗമുണ്ടോ മാറണം, വീടില്ലേ വീട് കിട്ടണം, മക്കൾ നന്നാകണം, അതുപോലെ തന്നെ മോളുടെ വിവാഹം നടക്കണം, എനിക്ക് സ്വർഗപ്രവേശം വേണം. അങ്ങനെ തുടങ്ങി എനിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ നീങ്ങിപ്പോയി ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന, എൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന എല്ലാത്തിനും കൂടെ ഒരൊറ്റ ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, ഹിയ ദഅവതു അഖീ ദിന്നൂൻ, ഉണ്ട് അങ്ങനെ ഒരു ദിക്റുണ്ട്, അതെൻ്റെ സഹോദരനായ യൂനുസ് നബിയുടെ പ്രാർത്ഥനയാണ്. സുബ്ഹാനല്ലാഹ്. യൂനുസ് നബിയുടെ ചരിത്രം എന്താ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് വന്നു. ഒരൊറ്റ കുഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നില്ല. സങ്കടം സഹിക്കാതെ ആ നാട്ടിൽ നിന്ന് മഹാനവറുകൾ ആ നാടിനെ വെറുത്തുകൊണ്ട് പോരുകയാണ്. നബിമാർക്കൊരു കുഴപ്പമുണ്ടേ, ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് അല്ലാഹു തആല പ്രബോധനത്തിന് പറഞ്ഞു വെച്ചാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പടച്ചോൻ്റെ കൽപ്പന വേണം. പക്ഷേ ഇത് അള്ളാഹിനെ ധിക്കരിച്ചതല്ല, അള്ളാഹിനെ ധിക്കരിക്കൂലല്ലോ ഒരു നബിയും. പക്ഷേ ഈ മുശ്രിക്കീങ്ങളുടെ ഇടയിൽ എത്ര തൗഹീദ് പറഞ്ഞിട്ട് ഉമ്മാർ നന്നാകണില്ലല്ലോ എന്ന് കരുതി ആ നാട്ടിൽ നിന്ന് പോന്നു. പക്ഷേ അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നു. അള്ളാഹിൻ്റെ കൽപ്പന ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. മഹാനവറുകൾ വന്നു, ഒരു തുറമുഖത്തെത്തി, കപ്പൽ കിടപ്പുണ്ട്, വേഗം ഓടിപ്പോയി കപ്പലിൽ കയറി സീറ്റ് പിടിച്ചു. കപ്പൽ പയ്യെ ഓടിത്തുടങ്ങി, നടുക്കടലിലെത്തി. ഭീകരമാം വിധം കടലിങ്ങനെ ചലിക്കാൻ തുടങ്ങി. ശക്തമായ തിരമാല, അതികഠിനമായി കാറ്റടിച്ചു. ഒരു ഭീകരാന്തരീക്ഷം അവിടെ നിറഞ്ഞു വന്നു. കപ്പൽ ഇപ്പം അറിഞ്ഞു പോകും, കപ്പൽ എല്ലാവരും മുങ്ങിച്ചാവും എന്നുള്ള ഘട്ടമെത്തി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഏതോ ഒരു ഗുണം പിടിക്കാത്തവൻ നമ്മുടെ കൂട്ടത്തിൽ കയറിയിട്ടുണ്ട്, അവനെ പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞാൽ മതി, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. അതേതാണോ നമ്മുടെ കൂട്ടത്തിൽ കയറിയ ഈ ഗുണം പിടിക്കാത്തവൻ ഏതാണ്? ഈ ഒരു ഗുണമില്ലാത്തവൻ ഏതായിരിക്കും? നമുക്കൊന്ന് നറുക്കിട്ട് നോക്കാം. എല്ലാവരുടെയും പേരെഴുതി നറുക്കിട്ടു, കുലുക്കി വെക്കി, കിട്ടി. പേര് തുറന്ന് വായിക്കുമ്പോണ്ട് മഹാനായ സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. അവിടെ നിന്ന് പറഞ്ഞു, ഞാനങ്ങനെ ഗുണം പിടിക്കാത്തവനല്ല, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, എന്നെ പുറത്തേക്ക് എറിയരുതേ. എന്നാൽ പിന്നെ നമുക്ക് രണ്ടാമതൊന്നും കൂടെ നോക്കാം. അപ്പോഴും കിട്ടി യൂനുസ് നബി അലൈഹി സ്വലാം, ഞാൻ അള്ളാഹിൻ്റെ പ്രവാചകനാണ്, എന്നെ പുറത്തേക്ക് എറിയരുതേ. അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചു എന്നുള്ളതിൻ്റെ പരീക്ഷണമാണ് അവിടെ കണ്ടത് കേട്ടോ. അള്ളാഹിനോട് ചോദിക്കാതെ നാട്ടിൽ നിന്ന് പോകുന്നത്, സങ്കടം കൊണ്ടാണ് പോകുന്നതെങ്കിലും അള്ളാഹിനോട് ചോദിച്ചിട്ടില്ല, അതിൻ്റെ പരീക്ഷണമാണ് ഈ കാണുന്നത്. മൂന്നാമത്തെ തവണയും നറുക്കിട്ടു, അപ്പോഴും കിട്ടിയത് മഹാനായ പ്രവാചകരുടെ പേരാണ്, സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. എല്ലാവരും കൂടെ കൈകാലുകൾ പിടിച്ച് നടുക്കടലിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു യൂനുസ് നബിയെ അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ പ്രവാചകരെയാണ് നടുക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. പടച്ചോൻ കൈവിടൂല. അപ്പം തന്നെ ഭീകരനായൊരു മത്സ്യം വന്ന് യൂനുസ് നബി അങ്ങ് വിഴുങ്ങി അലൈഹിസ്സലാം. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നടുക്കടലിൽ അത്രയേറെ ആഴമുള്ള കപ്പൽ സഞ്ചരിക്കുന്ന നടുക്കടലിൽ നമ്മൾ മുങ്ങിപ്പോയാലുള്ള അവസ്ഥ എന്താ? ആരെങ്കിലും നമ്മൾ രക്ഷിക്കാനുണ്ടോ? നമ്മളൊരു മത്സ്യം വിഴുങ്ങുക കൂടെ ചെയ്താലോ രക്ഷപ്പെടാൻ വല്ല ചോയ്സും ഉണ്ടോ? ഇല്ല. വല്ല ഓപ്ഷനുണ്ടോ? ഒരു ഓപ്ഷനും ഇല്ല. എന്നാൽ ആ ഘട്ടത്തിൽ പോലും നിങ്ങൾ പ്രതീക്ഷ കൈവിടണ്ട. അള്ളണ്ട്. അള്ള വിചാരിച്ചാൽ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. എത്ര വലിയ ആപൽ ഘട്ടത്തിലാണ് നിങ്ങളെങ്കിലും, എത്ര പ്രയാസത്തിലാണ് നിങ്ങളെങ്കിലും, യൂനുസ് നബിയുടെ ഈ പ്രാർത്ഥന പഠിച്ചോ. എത്ര ആത്മഹത്യയുടെ വക്കീലാണെങ്കിൽ പോലും അവിടെ നിന്ന് നിങ്ങളെ അള്ളാഹു രക്ഷിക്കും. ഏതാണ് ആ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. ഒന്നെല്ലാവരും ചൊല്ലിക്കേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചോനെ നീയല്ലാതെ ആരാധനക്കർഹനായവൻ മറ്റൊരാളില്ല റബ്ബേ. എന്നോ ഇലാഹ് നീയല്ലാതെ മറ്റാരുമില്ല. അല്ലാഹ് സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. ഇന്നി കുൻതു മിനദ്ദാലിമീൻ, നിശ്ചയം ഞാൻ അക്രമികളിൽ പെട്ടുപോയി അല്ലാഹ്, ഞാൻ അക്രമം ചെയ്തവനാണല്ല, എൻ്റെ ശരീരത്തോട് നിന്നോടൊക്കെ ഞാൻ അക്രമം ചെയ്തു പോയി അല്ലാ, പുറത്തു തരണേ റബ്ബേ.
ഈ പ്രാർത്ഥനയങ്ങ് പ്രാർത്ഥിച്ചു, ഒരുപാട് ദിവസം അങ്ങ് പ്രാർത്ഥിച്ചു. ആ മത്സ്യം യൂനുസ് നബിയെ കരയിൽ കൊണ്ടുവന്ന് ഛർദ്ദിച്ചു അലൈഹിസ്സലാം. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ ദിക്റെങ്ങാനും യൂനുസ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടക്കുമായിരുന്നു സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം. ആലോചിച്ച് നോക്കിയേ, ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ടിയിരുന്ന യൂനുസ് നബിയെ പുറത്തേക്ക് എത്തിച്ചത് ആ ദിക്റാണ്. ആ ദിക്ർ എല്ലാ പ്രയാസങ്ങൾക്കും, കടം വീടണോ, പുതിയ വീട് വെക്കണോ, മക്കളെ കെട്ടിക്കണോ, മക്കളെ നന്നാക്കണോ, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകണോ, കടം വീടണോ, തൊഴിലുകളിൽ അഭിവൃദ്ധി വേണോ, വാഹനങ്ങളിൽ ബർക്കത്ത് വേണോ, സിഹർ ബാത്തിലാകണോ, കണ്ണീർ ബാത്തിലാകണോ, പാപങ്ങൾ പൊറുക്കണോ, സ്വർഗപ്രവേശം വേണോ, നരകമോചനം വേണോ, വാട്ടെവർ, എന്താഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, ഈ ദിക്ർ ധാരാളമായി മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് ഖൽബിൽ തട്ടിയങ്ങ് റബ്ബിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കൂ. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകപ്പെടും. അല്ലാഹുവേ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം നീ